സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 മുതൽ നിരവധി പരിഷ്കാരങ്ങൾ ഭരണരംഗത്ത് വരുത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന കരുതലും കൈത്താങ്ങും എന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിയമത്തെയും നടപടിക്രമങ്ങളെയും ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നീതി ലഭ്യമാക്കുന്നതിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്നതാണ് ഈ പരിപാടി. ഓരോ പരിപാടിയിലും മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. കഴിയാവുന്നത്ര തീരുമാനങ്ങൾ ആ പരിപാടിയിൽ വെച്ച് തന്നെ എടുക്കാനുമാണ് ശ്രദ്ധിക്കുന്നത്. താലൂക്ക് തല അദാലത്തുകളിൽ 21 വിഷയങ്ങൾ ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന പരാതികൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പരിഗണിക്കുക. ഇവിടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി karudal.kerala.gov.in എന്ന പേരിൽ ഒരു സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. പരാതികൾ ഓൺലൈനായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും താലൂക്ക് ഓഫീസുകളിൽ നേരിട്ടെത്തിയും സമർപ്പിക്കാവുന്നതുമാണ്. അദാലത്തുകൾ യാന്ത്രികമായ ഒരു സർക്കാർ പരിപാടിയായി മാറാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം പരാതികളുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾക്കാണുള്ളത്. അവ കൃത്യമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണ സംവിധാനത്തിനും കഴിയേണ്ടതുണ്ട്. ജനങ്ങളും ഉദ്യോഗസ്ഥരും പരസ്പരം സഹകരിച്ചുകൊണ്ട് കരുതലും കൈത്താങ്ങും പരിപാടി വിജയകരമായി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളുടെ യോഗം ഒരേ സമയം ചേരുകയായിരുന്നു. ആ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഞാൻ വന്നത്. അതിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനം, മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കൽ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്തൽ, ഈ 3 ഇനങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഈ വരുന്ന മാർച്ച് 30 കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും. അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഹരിതമാക്കുകയാണ് ലക്ഷ്യം. വിപുലമായ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഇതുമായി സഹകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊരു ഏകോപിതമായ മുന്നേറ്റം സൃഷ്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ രോഗികളായവർക്ക് പരിചരണം ആവശ്യമുണ്ട്. വയോജനങ്ങളായ ഒരു കൂട്ടം ആളുകൾക്കും പ്രത്യേക രോഗമില്ലെങ്കിലും പരിചരണം ആവശ്യമായിട്ടുള്ള ചിലരുണ്ട്. ഭിന്നശേഷിക്കാർ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന, എന്നാൽ APL BPL വ്യത്യാസമില്ലാതെ ഉള്ളൊരു
പരിചരണമാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന നേതൃത്വത്തിലാണ് നടക്കുക. ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും എല്ലാം അതിൻ്റെ ഭാഗമായി മാറും. നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങളുണ്ട്. അവരെയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഏകോപിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും കൂടി അണിനിരന്ന് നടപ്പാക്കുന്നൊരു പരിപാടിയായിട്ടാണ് മാറുക. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാക്കുക എന്നുള്ളത്. 2 വർഷം പിന്നിട്ടു, 3ാമത്തെ വർഷമാണ്. അത് ഈ പ്രവർത്തനം ഫലപ്രദമായി സംഘടിപ്പിക്കാനുള്ളതാണ് മറ്റൊന്നാലോചിച്ചത്. ഈ 3 വിഷയങ്ങളിലും വിപുലമായ ജനകീയ മുന്നേറ്റം സാധ്യമാകേണ്ടതുണ്ട്. അതിനാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം ചേർന്നതും ചർച്ച ചെയ്തതും.